കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ചതിൽ നടപടിയുമായി രാജസ്ഥാൻ സർക്കാർ. കെയ്സൺ ഫാർമയുടെ 19 മരുന്നുകൾ സർക്കാർ നിരോധിച്ചു. ഡ്രഗ് കൺട്രോളർ രാജാറാം ശർമ്മയെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുക. വിഷ്ണു, ഗുരുതരമായ ഒരു കാര്യമാണ് രാജസ്ഥാനിൽ നടന്നത്. ഡ്രഗ് കൺട്രോളറും ഫാർമ കമ്പനിയും നടത്തിയ ഇടപാടാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് സർക്കാർ സ്വീകരിച്ച നടപടികൾ? കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ നടപടിയുമായി രാജസ്ഥാൻ സർക്കാർ. കെയ്സൺ ഫാർമയുടെ 19 മരുന്നുകൾ സർക്കാർ നിരോധിച്ചു. ഡ്രഗ് കൺട്രോളർ രാജാറാം ശർമ്മയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഏതായാലും ഗുരുതരമായ ചില ക്രമക്കേടുകൾ, ഇടപാടുകൾ ഈ ഫാർമ കമ്പനിയും ഡ്രഗ് കൺട്രോളർ വിഭാഗവും തമ്മിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഫ് സിറപ്പ് അവിടെ വിതരണം ചെയ്തതും കുട്ടികൾ മരിക്കാനിടയായ സംഭവം. എന്താണിപ്പോൾ മറ്റ് നടപടികളെക്കുറിച്ച് സർക്കാർ പറയുന്നത്? സിജു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി കഴിഞ്ഞ ദിവസത്തിൽ 11 കുട്ടികളാണ് ഈ കെയ്സൺ ഫാർമയുടെ കഫ് സിറപ്പ് കഴിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടത്. നിരവധി കുട്ടികൾ ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിലാണ്. വലിയ തലത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജസ്ഥാൻ സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ജയ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കെയ്സൺ ഫാർമ എന്ന് പറയുന്നത്. അവർ ഇപ്പോൾ നിർമ്മിക്കുന്ന 19 മരുന്നുകളാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ രാജസ്ഥാൻ സർക്കാർ നിരോധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡ്രഗ് കൺട്രോളറെ ഇത്തരത്തിൽ സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു മരുന്നൊക്കെ തന്നെ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സൗജന്യ വിതരണമാണ് നടത്തിയത്. അപ്പോൾ അത്തരത്തിൽ സൗജന്യ വിതരണം നടത്തുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, ഗുണനിലവാരം ഉറപ്പാക്കിയില്ല എന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഡ്രഗ് കൺട്രോളറായിട്ടുള്ള രാജാറാം ശർമ്മയെ രാജസ്ഥാൻ സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ രാജസ്ഥാൻ സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള നടപടികൾ കുറ്റക്കാർക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതോടൊപ്പം കേന്ദ്ര സർക്കാരും വിദഗ്ധ സമിതി അടക്കം രൂപീകരിച്ചുകൊണ്ട് പരിശോധനകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ പരിശോധനയിൽ ഈ മരുന്നിൽ നിലവിൽ വിഷാംശങ്ങൾ, അത്തരം സബ്സ്റ്റൻസ് ഒന്നും ഇല്ല എന്നതായിരുന്നു ഒരു കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം അത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തതാണ്. കാരണം ഈ മരുന്നിനകത്ത് കിഡ്നികളെ ബാധിക്കുന്ന സബ്സ്റ്റൻസ് ഒന്നും അടങ്ങിയിട്ടില്ല എന്നതായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞത്. എന്തായാലും ഈ ഗുണനിലവാരം പരിശോധിക്കാനൊക്കെ ഇപ്പോഴും വിദഗ്ധ സമിതിയുടെ അത്തരം പരിശോധനകളൊക്കെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഈ രാജസ്ഥാനിലടക്കം സർക്കാരിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. സിജു.